കേരള PSC HSI മാത്തമാറ്റിക്സ് മെട്രിക്സ് ആൾജിബ്രയാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ വീഡിയോസിലായിട്ട് നമ്മൾ നോൺ ഹോമോജീനിയസ് സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസ് എങ്ങനെയാണ് സോൾവ് ചെയ്യാന്ന് പറഞ്ഞത്. ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നത് സിസ്റ്റം ഓഫ് ഹോമോജീനിയസ് ലീനിയർ ഇക്വേഷൻസ് എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നതെന്ന്. സിസ്റ്റം ഓഫ് ഹോമോജീനിയസ് ലീനിയർ ഇക്വേഷൻസിന്റെ മലയാളമാണ് ഏകാത്മക രേഖീയ സംഖ്യകളുടെ കൂട്ടം. അപ്പോൾ നമ്മൾ സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസ് പറഞ്ഞ കേസിൽ തന്നെ നമ്മൾ പറഞ്ഞിരുന്നു, ഇതിന് രണ്ട് തരത്തിലാണ് നമ്മൾ തരംതിരിച്ചിട്ടുള്ളത്. ഒന്ന് നോൺ ഹോമോജീനിയസ് ലീനിയർ ഇക്വേഷൻസ്, ഒന്ന് ഹോമോജീനിയസ് ലീനിയർ ഇക്വേഷൻസ്. അതിൽ നമ്മൾ പറഞ്ഞു Ax equal to B. ഇതാണ് നമ്മളുടെ സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസിൻ്റെ പൊതുവായിട്ടുള്ള രൂപം. അതിൽ B ഈക്വൽ ടു 0 ആവുന്ന കേസാണ് നമ്മളുടെ ഹോമോജീനിയസ് സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസ് എന്ന് പറയുന്നത്. അതായത് നമുക്ക് തന്നിരിക്കുന്ന റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള കോളം മെട്രിക്സ് കംപ്ലീറ്റ് ആയിട്ട് 0 ആയിരിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണിത് കണ്ടുപിടിക്കുന്നത്, എന്തൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങളെന്ന്. M ഇക്വേഷൻസ് ഇൻ n അൺനോൺസ്, അതിൻ്റെ ജനറൽ ഫോമാറ്റാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത്. M നമ്പർ ഓഫ് ഇക്വേഷൻസും n വേരിയബിൾസും ആണ് കണ്ടുപിടിക്കപ്പെടേണ്ടതെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഇങ്ങനെയാണ് ആ സിസ്റ്റത്തിനെ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. a11 x1 plus a12 x2 plus etc. up to a1n xn equal to 0, a21 x1 plus a22 x2 plus etc. up to a2n xn equal to 0, am1 x1 plus am2 x2 plus etc. up to amn equal to 0. കണ്ടോ, ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു കോൺസ്റ്റൻസ് എന്തായിട്ടുണ്ട്, 0 ആയിട്ടുണ്ട്. അങ്ങനെയുള്ള ഇക്വേഷൻസിനെ മാത്രമേ നമ്മൾ എന്ത് പറയുള്ളൂ, ഏകാത്മക രേഖീയ സംഖ്യകളുടെ കൂട്ടം എന്ന് പറയുള്ളൂ. ഇതൊക്കെ ഏകാത്മക രേഖീയ സംഖ്യകളാണ്. ഓക്കെ, അപ്പോൾ ഇതിനെ നമ്മൾ മെട്രിക്സ് ഇക്വേഷനിലോട്ട് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റാം, Ax equal to 0 എന്ന് എഴുതാൻ പറ്റാം. ഇനി നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ, Ax equal to B എന്നതായിരുന്നു നമ്മളുടെ നോൺ ഹോമോജീനിയസ് ലീനിയർ സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് അല്ലേ. അപ്പോൾ നമ്മൾ ഇത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നോൺ ഹോമോജീനിയസ് ലീനിയർ ഇക്വേഷൻസിൻ്റെ മെട്രിക്സ് ഇക്വേഷൻ Ax equal to B എന്ന് പറഞ്ഞത്. ഇനി ഇതിന് സൊല്യൂഷൻ ഉണ്ടോ ഇല്ലയോ എന്ന് എങ്ങനെയാണ് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നത്, റാങ്ക് ഓഫ് എ ബി ഓഗ്മെൻറ്റഡ് മെട്രിക്സ്. ആദ്യം നമ്മൾ ഓഗ്മെൻറ്റഡ് മെട്രിക്സ് എ ബി കൺസിഡർ ചെയ്യും. ആ ഓഗ്മെൻറ്റഡ് മെട്രിക്സിൻ്റെ റാങ്ക് ഓഫ് എ എന്ന് പറയുന്ന കോഎഫിഷ്യന്റ് മെട്രിക്സിൻ്റെ റാങ്കിനോട് ഈക്വൽ ആണോ എന്ന് നോക്കും. അങ്ങനെയല്ലേ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഇവിടുത്തെ കേസിൽ നമ്മൾ Ax equal to 0 കൺസിഡർ ചെയ്യുകയാണ്. എന്നിട്ട് A0 എന്ന് പറയുന്ന ഓഗ്മെൻറ്റഡ് മെട്രിക്സ് എടുത്തു കഴിഞ്ഞാൽ അത് ആരോട് തന്നെ ഈക്വൽ ആണ്, എ എന്ന് പറയുന്ന മെട്രിക്സിനോട് തന്നെ ഈക്വൽ ആണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം, റാങ്ക് ഓഫ് A0യും റാങ്ക് ഓഫ് എയും എപ്പോഴും ഈക്വൽ ആണ്. കാരണം ഈ ഒരു കോളം മെട്രിക്സ്, ഈ 0 ഇൻസേർട്ട് ചെയ്ത കോളം മെട്രിക്സ് ഒരിക്കലും ഇതിൻ്റെ റാങ്കിനെ അഫക്റ്റ് ചെയ്യുന്നില്ല. അല്ല, അത് കംപ്ലീറ്റ് 0 മെട്രിക്സ് ആണ്, അത് എഴുതിയാലും ഇല്ലെങ്കിലും കണക്കാം. അപ്പോൾ നോക്കി, റാങ്ക് ഓഫ് A0 ഈക്വൽ ടു റാങ്ക് ഓഫ് എ ആണ്. ഓൾവേസ് ഇതിങ്ങനെയാണ്. സോ നമുക്ക് എന്ത് പറയാം, ഇത് നോട്ട് ഈക്വൽ ആവുന്ന കേസ് വരുന്നേ ഇല്ല. ഇത് നോട്ട് ഈക്വൽ ആവുകയാണെങ്കിൽ ഈ നോൺ ഹോമോജീനിയസ് ലീനിയർ സിസ്റ്റത്തിന് സൊല്യൂഷൻ ഇല്ല എന്നാണ് നമ്മൾ പറഞ്ഞത്. പക്ഷേ ഇവിടുത്തെ കേസിൽ ഇത് ഈക്വൽ ആവാത്ത കേസ് വരുന്നില്ല. ഇത് ഓൾവേസ് ഇത് ഈക്വൽ ആണ്. അപ്പോൾ നമുക്ക് പറയാം ഈ സിസ്റ്റത്തിന് എപ്പോഴും ഒരു സൊല്യൂഷൻ ഉണ്ട്. ഓക്കെ, റാങ്ക് ഓഫ് A0യും റാങ്ക് ഓഫ് എയും എപ്പോഴും ഈക്വൽ ആണ്. സോ ഈ ഹോമോജീനിയസ് സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസിന് എപ്പോഴും സൊല്യൂഷൻ ഉണ്ടായിരിക്കും. അതായത് എപ്പോഴും അത് കൺസിസ്റ്റൻ്റ് ആയിരിക്കും, എപ്പോഴും അത് സംഗതമായിരിക്കും. ഓക്കെ, ഇനി അങ്ങനെയൊന്നും ആലോചിക്കേണ്ട, നിങ്ങളിങ്ങനെ ആലോചിച്ചാലും മതി. Ax equal to 0 എന്നെടുത്തു. അങ്ങനെയാണെങ്കിൽ x equal to 0 കൊടുത്ത് ഇക്വേഷൻ സാറ്റിസ്ഫൈ ഇല്ലടോ. x equal to 0 കൊടുത്താൽ അപ്പോൾ x equal to 0 എന്ന് പറയുന്നത് ഓൾവേസ് ഇതിൻ്റെ ഒരു സൊല്യൂഷനാണ്. ഓക്കെ, എപ്പോഴും ഒരു സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യും. എന്തൊക്കെ ഇക്വേഷൻ ആയിക്കോട്ടെ, എപ്പോഴും x equal to 0 എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു സൊല്യൂഷൻ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മളതൊക്കെ ഒന്ന് നോട്ട് ചെയ്തിട്ടുണ്ട്. ഹോമോജീനിയസ് സിസ്റ്റം ഈസ് ഓൾവേസ് കൺസിസ്റ്റൻറ്റ്. രേഖീയ സംഖ്യകളുടെ കൂട്ടം എല്ലായ്പ്പോഴും സംഗതമാണ്, ഓൾവേസ് കൺസിസ്റ്റൻ്റ് ആണ്, എപ്പോഴും ഒരു സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് x equal to 0 ഈസ് എ ട്രിവിയൽ സൊല്യൂഷൻ ഓഫ് ദ ഹോമോജീനിയസ് ഇക്വേഷൻ. x equal to 0 എന്ന് പറയുന്ന ഒരു ട്രിവിയൽ സൊല്യൂഷനാണ്, ഹോമോജീനിയസ് സിസ്റ്റത്തിൻ്റെ ട്രിവിയൽ സൊല്യൂഷനാണ് x equal to 0 എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഇനി നമ്മൾ പറയുന്ന കേസ് എന്താണെന്ന് വെച്ചാൽ n ഇക്വേഷൻസും n അൺനോൺസും വരുന്ന കേസാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു എന്താണ്, ശരിക്കും നമുക്കറിയാം കൺസിസ്റ്റൻ്റ് ആണെങ്കിൽ എപ്പോഴും രണ്ട് കേസ് ഉണ്ടാവും. കൺസിസ്റ്റൻ്റ് ആണിത്, ഇൻകൺസിസ്റ്റൻ്റ് എന്ന് പറയുന്ന കേസേ വരുന്നില്ല, ഓൾവേസ് കൺസിസ്റ്റൻ്റ് ആണ്. കൺസിസ്റ്റൻ്റ് ആണെങ്കിൽ രണ്ടെണ്ണം ഉണ്ടാവും. എന്താ, യുണീക് സൊല്യൂഷനും ഇൻഫൈനൈറ്റ്ലി മെനി സൊല്യൂഷനും ഉണ്ടാവും അല്ലേ. അപ്പോൾ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. If there are n homogeneous equations in n unknowns, then the homogeneous system has a trivial solution as long as determinant of n not equal to 0. നമ്മൾ പറയുകയാണ്, നമുക്ക് n ഹോമോജീനിയസ് ഇക്വേഷനും n അൺനോൺസും ആണ്. നമ്മളിപ്പം n നമ്പർ ഓഫ് ഇക്വേഷനും n അൺനോൺസും രണ്ട് ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ഹോമോജീനിയസ് സിസ്റ്റത്തിന് ഒരു ട്രിവിയൽ സൊല്യൂഷനാണ് ഉണ്ടാവുക. ഇപ്പോൾ ഡിറ്റർമിനൻ്റ് ഓഫ് എ നോട്ട് ഈക്വൽ ടു 0 ആകുമ്പോൾ. അതായത് നമ്മളിപ്പോൾ ഇങ്ങനെ എഴുതി Ax equal to 0 എഴുതി. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് ഓഫ് എ കണ്ടുപിടിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് ഓഫ് എ എന്ന് പറയുന്നത് നോട്ട് ഈക്വൽ ടു 0 ആണ്.
അപ്പോൾ ഇതിന് എ ഇൻവേഴ്സിനെ പറ്റി പറയാൻ പറ്റും. അപ്പോൾ നമ്മൾ എക്സ് എന്ന് പറയുന്നത് എങ്ങനെ കണ്ടുപിടിക്കുന്നത്? എ ഇൻവേഴ്സ് ഇൻറ്റു 0 എന്നാവും. ദാറ്റ് ഇസ് ഈക്വൽ ടു 0. എക്സ് ഈക്വൽ ടു 0 ആയിരിക്കും ഇതിൻ്റെ യുണീക്ക് ട്രിവിയൽ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഇനി നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ഇതിനൊരു യുണീക്ക് സൊല്യൂഷൻ ആണ് എന്ന് പറയണമെങ്കിൽ എക്സ് ഈക്വൽ ടു 0 ഈ ഒരു ഹോമോജീനിയസ് ലീനിയർ ഇക്വേഷൻ്റെ സൊല്യൂഷനാണ് എപ്പോഴും. ഇനി ഉദ്ദേശിച്ചതാണ് എ എക്സ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന സിസ്റ്റം നമ്മുടെ കയ്യിലുണ്ട്. നമുക്ക് എക്സ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന അതിൻ്റെ സൊല്യൂഷനാണ്. ഓൾവേസ് ഇത് ഈ ഒരു സിസ്റ്റത്തിൻ്റെ സൊല്യൂഷനാണെന്നറിയാം. ഇനി നമ്മളോട് പറയുകയാണെങ്കിൽ ഇതിനൊരു യുണീക്ക് സൊല്യൂഷനേ ഉള്ളൂ, ഒരൊറ്റ സൊല്യൂഷനേ ഉള്ളൂ. അപ്പോൾ അത് ആരായിരിക്കും? എക്സ് ഈക്വൽ ടു 0 ആയിരിക്കും. ആ കേസാണ് കേട്ടോ ഈ പറയുന്നത്. അതായത് ഡിറ്റർമിനൻ്റ് ഓഫ് എ നോട്ട് ഈക്വൽ ടു എൻ ഇക്വേഷനും എൻ അൺനോൺസും ആണെങ്കിൽ എ എന്ന് പറയുന്ന മെട്രിക്സ് എന്തായിരിക്കും? ഒരു n by n മെട്രിക്സ് ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് കണ്ടുപിടിക്കാം. ആ ഡിറ്റർമിനൻ്റ് നോൺ 0 ആണെങ്കിൽ അതിന് യുണീക്ക് സൊല്യൂഷനേ ഉണ്ടാവുള്ളൂ. ആ യുണീക്ക് സൊല്യൂഷൻ എന്ന് പറയുന്നത് എക്സ് ഈക്വൽ ടു 0 തന്നെ ആയിരിക്കും. അതാണ് പറഞ്ഞത്. ഒരുപാട് കൺഫ്യൂഷൻ ആയി പോകരുത്, വളരെയധികം നന്നായിട്ട് മനസ്സിലാക്കിയിട്ട് പോകണം. ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, എ എക്സ് ഈക്വൽ ടു 0 എന്ന മെട്രിക്സ് സമവാക്യത്തിൽ എ ഒരു സമചതുര മെട്രിക്സ് എങ്കിൽ ഈ രേഖീയ സംഖ്യകളുടെ സമവാക്യക്കൂട്ടത്തിന് ഡിറ്റർമിനന്റ് എ നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ ഏകമാത്ര പരിഹാരവും ഡിറ്റർമിനന്റ് ഓഫ് എ ഈക്വൽ ടു 0 ആണെങ്കിൽ പരിഹാരങ്ങളുടെ എണ്ണം അനന്തവുമായിരിക്കും. നമ്മൾ പറഞ്ഞു എ എക്സ് ഈക്വൽ ടു 0 എന്ന സമവാക്യം എടുക്കുക. അതിൽ എ എന്ന് പറയുന്നത് ഒരു സമചതുര മെട്രിക്സ് ആണ്. എ എന്ന് പറയുന്നത് ഒരു n by n മെട്രിക്സ് ആണ്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് കൺസിസ്റ്റൻ്റ് ആണെങ്കിൽ ഇപ്പോഴും രണ്ട് കേസ് ഉണ്ടാവും. എന്താണ്? ഒന്ന് യുണീക്ക് സൊല്യൂഷനും ഒന്ന് ഇൻഫൈനൈറ്റ്ലി മെനി സൊല്യൂഷനും. അതിൽ യുണീക്ക് സൊല്യൂഷൻ വരണമെങ്കിൽ ഡിറ്റർമിനന്റ് ഓഫ് എ നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കണം. അങ്ങനെ യുണീക്ക് സൊല്യൂഷൻ ആണ് അതെങ്കിൽ അത് എക്സ് ഈക്വൽ ടു 0 ആയിരിക്കും അതിൻ്റെ സൊല്യൂഷൻ. ഇനി ഇൻഫൈനൈറ്റ്ലി മെനി സൊല്യൂഷൻ ആണ് കണ്ടുപിടിക്കുന്നതെങ്കിലോ ഡിറ്റർമിനന്റ് ഓഫ് എ ഈക്വൽ ടു 0 ആണെങ്കിൽ അതിന് ഇൻഫൈനൈറ്റ്ലി മെനി സൊല്യൂഷൻ ഉണ്ടാവും. ഓക്കെ, അതൊരു കേസാണ് കേട്ടോ, കണ്ടുപിടിക്കേണ്ട ഒരു കേസ്. അങ്ങനെ ഒത്തിരി രീതിയിൽ നമുക്കത് പറയാൻ പറ്റും. ഇനി നമുക്ക് റാങ്കിൻ്റെ കേസ് വെച്ച് നോക്കാം. ഡിറ്റർമിനന്റ് ഓഫ് എ നോട്ട് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ എന്താ? ഫുൾ റാങ്ക് ആയിരിക്കുക എന്നല്ലേ അർത്ഥം. റാങ്ക് ഇതൊക്കെ നമ്മൾ പറഞ്ഞ n by n വെച്ചിട്ടാണ്. ഇനി റാങ്ക് ഓഫ് എ ഈക്വൽ ടു n ആണ് എങ്കിൽ എ എക്സ് ഈക്വൽ ടു 0 എന്ന സമവാക്യക്കൂട്ടത്തിന് ഏകമാത്ര പരിഹാരമായിരിക്കും. നമ്മൾ എടുക്കുകയാണ് റാങ്ക് ഓഫ് എ. ഇതിങ്ങനെ കൺസിഡർ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. റാങ്ക് ഓഫ് എ ഈക്വൽ ടു n, ഫുൾ ഡിറ്റർമിനന്റ് ഓഫ് എ നോട്ട് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ ഫുൾ റാങ്ക് ഉണ്ടാവും. അതുകൊണ്ടാണ് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്. റാങ്ക് ഓഫ് എ ഈക്വൽ ടു n ആണെങ്കിൽ എ എക്സ് ഈക്വൽ ടു 0 എന്ന സമവാക്യക്കൂട്ടത്തിന് യുണീക്ക് സൊല്യൂഷൻ ആയിരിക്കും. ഇനി ഫുൾ റാങ്ക് ഉള്ളൊരു മെട്രിക്സ് ആണ് നിങ്ങളുടെ കയ്യിലുള്ളത്. ആ ഫുൾ റാങ്ക് എന്നിനോട് ഈക്വൽ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? റാങ്ക് ഓഫ് എ ഈക്വൽ ടു n ആണെങ്കിൽ അതിന് ഫുൾ റാങ്ക് ഉള്ള ഒരു മെട്രിക്സ് ആണെങ്കിൽ ഇവിടെ ഇത്ര ഉദ്ദേശിക്കുന്നുള്ളൂ കേട്ടോ. എ എന്ന് പറയുന്നത് n by n മെട്രിക്സ് ആണ്. അങ്ങനെയാണെങ്കിൽ റാങ്ക് ഓഫ് എ ഈക്വൽ ടു n ആണെങ്കിൽ എ എക്സ് ഈക്വൽ ടു 0 എന്ന സമവാക്യക്കൂട്ടത്തിന് ഏകമാത്ര പരിഹാരമായിരിക്കും. അതിനൊരു യുണീക്ക് സൊല്യൂഷൻ ആയിരിക്കും ഉണ്ടാവാം. നിങ്ങൾ റാങ്ക് കണ്ടുപിടിച്ചിട്ട് നിങ്ങൾക്ക് കണ്ടുപിടിക്കാം എന്നാണ് അർത്ഥം. ഇനി റാങ്ക് ഓഫ് എ ലെസ് ദാൻ n ആണെങ്കിൽ എ എക്സ് ഈക്വൽ ടു 0 എന്ന സമവാക്യക്കൂട്ടത്തിൻ്റെ പരിഹാരങ്ങളുടെ എണ്ണം അനന്തമാണ്. റാങ്ക് ഓഫ് എ എന്ന് പറയുന്നത് n-നേക്കാളും കുറവാണെങ്കിൽ നമുക്ക് പറയാം എ ഇവിടെ ഒക്കെ കേട്ടോ. എ എന്ന് പറയുന്നത് n by n മെട്രിക്സ് ആകുമ്പോഴും കേസാണ് പറയുന്നത്. റാങ്ക് ഓഫ് എ എന്ന് പറയുന്നത് ലെസ് ദാൻ n ആണെങ്കിൽ എ എക്സ് ഈക്വൽ ടു 0 എന്ന സമവാക്യക്കൂട്ടത്തിൻ്റെ പരിഹാരങ്ങളുടെ എണ്ണം അനന്തമാണ്. ഇൻഫൈനൈറ്റ്ലി മെനി സൊല്യൂഷൻ ഉണ്ടാവും. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കൂടെ നമുക്കൊന്ന് എഴുതി നോക്കാം എന്താണ് ഇവിടെ സംഭവിച്ചതെന്ന്. നമുക്കറിയാം നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഹോമോജീനിയസ് സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസ് ആണ്. ഹോമോജീനിയസ് സിസ്റ്റം ഓഫ് നോക്കുക അല്ലേ, പറയുന്നത് തിരിഞ്ഞാണ് എപ്പോഴും. സിസ്റ്റം ഓഫ് ഹോമോജീനിയസ് ലീനിയർ ഇക്വേഷൻസ്. കാര്യം മനസ്സിലായ പോരല്ലേ? ഓക്കെ, ഇനിയാണെങ്കിൽ നമുക്ക് പറഞ്ഞു ഇതിന് രണ്ട് കേസ് ഉണ്ടോ? ഇല്ല. അപ്പോൾ ഞാൻ വരച്ചിരിക്കുന്നത് തെറ്റാണ്. ഇത് ഓൾവേസ് എന്താണ്? കൺസിസ്റ്റൻ്റ് ആണ് അല്ലേ? ഇത് ഓൾവേസ് കൺസിസ്റ്റൻ്റ് ആണ്. ആരാണ് നമ്മളുടെ ഓൾവേസ് കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള സൊല്യൂഷൻ? എക്സ് ഈക്വൽ ടു 0 ഈസ് ഓൾവേസ് സൊല്യൂഷൻ ആണ്. കൺസിസ്റ്റൻ്റ് ആണെങ്കിൽ നമുക്ക് ഇതിന് രണ്ട് കേസ് വരും. ഓക്കെ, ഏതൊക്കെ കേസാണ് വരുന്നത്? ഒന്ന് യുണീക്ക് സൊല്യൂഷൻ, പിന്നെയോ ഒന്ന് ഇൻഫൈനൈറ്റ്ലി മെനി സൊല്യൂഷൻ. ഇനി എപ്പോഴൊക്കെയാണ് യുണീക്ക് സൊല്യൂഷൻ ആവുന്നത്? എ എന്ന് പറയുന്നത് m by n മെട്രിക്സ് ആണെന്ന് എടുത്തോട്ടോ, ഒരു കുഴപ്പമില്ല. അങ്ങനെയാണെങ്കിലും നമുക്കത് പറയാം. എ എക്സ് ഈക്വൽ ടു ബി അല്ലെങ്കിൽ എ എന്ന് പറയുന്നത് ഒരു m by n മെട്രിക്സ് ആണ് എന്നെടുത്താലും ഒരു പ്രശ്നമില്ല. ഓക്കെ, നമുക്ക് നോക്കാം യുണീക്ക് സൊല്യൂഷൻ എപ്പോഴാണ് ആവുന്നത്? റാങ്ക് ഈക്വൽ ടു, ഞാൻ അങ്ങനെ തന്നെ എഴുതാം റാങ്ക് ഈക്വൽ ടു നമ്പർ ഓഫ് വേരിയബിൾസ് അല്ലെങ്കിൽ നമ്പർ ഓഫ് കോളംസ് എന്നൊക്കെ പറയാം. n എന്ന് പറയുന്നത് ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചേ m by n എന്ന് ഇടുമ്പോൾ n എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? നമ്പർ ഓഫ് കോളംസ് ആയിരിക്കും. അപ്പോൾ ഇവിടെ n എന്ന് പറയുന്നത് എന്തായിരിക്കും? വിച്ച് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് വേരിയബിൾസ്.
റാങ്ക് ഓഫ് എ ഈക്വൽ ടു എൻ ആണെങ്കിൽ അത് നമ്പർ, ഇനി എൻ ബൈ എൻ ആണെങ്കിലും ഇത് തന്നെ ഫോളോ ചെയ്താൽ മതി, ഒരു കുഴപ്പമില്ല കേട്ടോ. റാങ്ക് ഓഫ് എ ഈക്വൽ ടു എൻ ആണ്, നമ്പർ ഓഫ് വേരിയബിൾസിനോട് ഈക്വൽ ആണെങ്കിൽ നമുക്ക് പറയാം ഇറ്റ് ഹാസ് എ യൂണിക് സൊല്യൂഷൻ. ആ യൂണിക് സൊല്യൂഷൻ ഏതായിരിക്കും? എക്സ് ഈക്വൽ ടു 0 ആയിരിക്കും. ഇതിന് ഇൻഫൈനൈറ്റ്ലി മിനി സൊല്യൂഷൻ വരുന്ന എപ്പോഴാണ്? റാങ്ക് ഓഫ് എ നിങ്ങൾ കണ്ടുപിടിക്കുക വിച്ച് ഈസ് ലെസ് ദാൻ എൻ ആകുമ്പോൾ, അതായത് നമ്പർ ഓഫ് വേരിയബിൾസിനേക്കാളും കുറവാണ് നിങ്ങൾക്ക് റാങ്ക് കിട്ടുന്നതെങ്കിൽ അതിന് ഇൻഫൈനൈറ്റ്ലി മിനി സൊല്യൂഷൻ ഉണ്ടാവും എന്നർത്ഥം. ഓക്കെ, ഇത്രയാണ് നമ്മൾക്ക് ഹോമോജീനിയസ് സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസിൽ പറയാനുള്ളത്. ഇനി നമുക്ക് 2-3 പ്രോബ്ലം നോക്കാം. കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, നമുക്ക് പ്രോബ്ലം നോക്കാം. ഇതിൻ്റെയൊക്കെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ട് കേട്ടോ. ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോൾ നോക്കാം. എക്സ് പ്ലസ് 3y മൈനസ് 2z ഈക്വൽ ടു 0, 2x മൈനസ് y പ്ലസ് 4z ഈക്വൽ ടു 0, എക്സ് മൈനസ് 11y പ്ലസ് 14z ഈക്വൽ ടു 0. നമ്മൾ എന്ത് എഴുതണം? എ എന്താണെന്ന് എഴുതാം ഫസ്റ്റ് അല്ലേ. എ ഈക്വൽ ടു 1 3 മൈനസ് 2, 2 മൈനസ് 1 4, 1 മൈനസ് 11 14. നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് കണ്ടുപിടിച്ചാലും മതി കേട്ടോ. ഡിറ്റർമിനൻ്റ് കണ്ടുപിടിച്ചിട്ട് നോട്ട് ഈക്വൽ ടു 0 ആണോ ഈക്വൽ ടു 0 ആണോ എന്നൊക്കെ ചെക്ക് ചെയ്താലും മതി. പക്ഷെ ഞാൻ എപ്പോഴും ഫോളോ ചെയ്യുക റാങ്കിൻ്റെ മെത്തേഡാണ്, കാരണം അതാണ് കുറച്ചുകൂടി ഈസി. എനിക്ക് സോൾവ് ചെയ്യാനും കൂടെ അതാണ് ഈസി, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. എ ഈക്വൽ ടു 1 3 മൈനസ് 2. ഇവിടെ നമ്മൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് മൈനസ് ചെയ്യാം. അപ്പോൾ 2 മൈനസ് 2 0, മൈനസ് 1 മൈനസ് 6 ദാറ്റ് ഈസ് മൈനസ് 7, 4 മൈനസ് 4 ദാറ്റ് ഈസ് 4 പ്ലസ് 4 8. ഇനി ഇത് മൈനസ് ചെയ്താൽ മതി. ജസ്റ്റ് നിങ്ങളിവിടെ വേണമെങ്കിൽ എഴുതിക്കോളൂ കേട്ടോ. ഞാൻ ഇനിയിപ്പം നമ്മൾ അതിനോട് പരിചയമായല്ലോ, അതുകൊണ്ട് തന്നെ എഴുതാത്തത്. 1 മൈനസ് 1 0, മൈനസ് 11 മൈനസ് 3 ദാറ്റ് ഈസ് മൈനസ് 11 ആൻഡ് 14 മൈനസ് 2. 14 മൈനസ് 2, രണ്ട് തെറ്റുണ്ടല്ലോ. മൈനസ് 11 മൈനസ് 3 ദാറ്റ് ഈസ് മൈനസ് 14, 14 മൈനസ് 2, 14 പ്ലസ് 2 16. നിങ്ങൾ നോക്കുക, ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ അപ്പം ചെക്ക് ചെയ്യണം കേട്ടോ. ഇവിടെ കണ്ടോ, ഈ ഒരു മെട്രിക്സിൻ്റെ സ്കെലാർ ഈ ഒരു റോയുടെ സ്കെലാർ മൾട്ടിപ്ലൈ ചെയ്ത റോ ആണിത്. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ ഐഡൻറ്റിഫൈ തന്നെ മൈനസ് ചെയ്ത് അങ്ങനെ കളഞ്ഞേക്കാം. നമുക്ക് 1 3 മൈനസ് 2 എന്ന് കിട്ടും. 0 ഇവിടെ നിങ്ങൾക്ക് മൈനസ് 7 8, ഇവിടെ നിങ്ങൾക്ക് 0 മൈനസ് 7 8 എന്ന് കിട്ടും. 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ രണ്ടും ഐഡൻറ്റിക്കൽ ആയിട്ടില്ലേ. അപ്പോൾ നമുക്ക് എന്ത് പറയാം? 1 3 മൈനസ് 2 0 മൈനസ് 7 8 0 0 0 എന്ന് പറയാം. അപ്പോൾ ഇവിടെ എന്ത് കിട്ടി നമുക്ക്? ഇനി നമ്മൾ ഇങ്ങനെ നോക്കിയാൽ മതി, ഒരു ട്രയാങ്കുലർ ഫോമിലേക്ക് ആയോ എന്ന്. ഇത് കണ്ടോ, ട്രയാങ്കുലർ ഫോമിലായില്ലേ. ഇതിൻ്റെ താഴേക്കുള്ളതെല്ലാം 0. ഇപ്പോൾ റാങ്ക് നമുക്ക് ഇവിടുന്ന് പറയാൻ പറ്റും. എന്താണ് പറയുന്നത്? റാങ്ക് ഓഫ് എ ഈക്വൽ ടു 2 ആണ്. അതായത് റാങ്ക് ഈക്വൽ ടു 2 ഈസ് ലെസ് ദാൻ നമ്പർ ഓഫ് വേരിയബിൾസ്. നമ്പർ ഓഫ് വേരിയബിൾസ് എത്രയാണ്? 3 ആണ്. 3നേക്കാളും കുറവാണല്ലേ. അപ്പം നമുക്ക് പറയാം therefore the system has infinitely many solution. The system has infinitely many solution. ഓക്കെ, ഇത്രയേ ഉള്ളൂ കേട്ടോ കാര്യങ്ങൾ. ഇൻഫൈനൈറ്റ്ലി മെനി സൊല്യൂഷൻ. HSCക്ക് വളരെ സിമ്പിളായിട്ടായിരിക്കും കാര്യം ചോദിക്കുക. ചിലപ്പോൾ റാങ്ക് കണ്ടുപിടിക്കാനേ ക്വസ്റ്റ്യൻ ഉണ്ടാവുള്ളൂ. എന്നാലും ഇത് +2ലും കൂടി ഉള്ള ടോപ്പിക്സ് ആയതുകൊണ്ട് നമ്മൾ പറഞ്ഞു പോകുന്നതാണ് ഡീറ്റെയിൽഡ് ആയിട്ട്. അപ്പോൾ ഇതിൻ്റെ സൊല്യൂഷൻ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്നും കൂടി ഞാൻ ജസ്റ്റ് പറയാം. ഇതിന് ഈ ഒരു ഇക്വലൻ്റ് ആണല്ലോ നമുക്ക് തന്നിരിക്കുന്ന എ എന്ന് പറയുന്ന മെട്രിക്സും ഈ മെട്രിക്സ്. അപ്പോൾ ഈ മെട്രിക്സ് വെച്ചിട്ട് നമ്മൾ ആ മെട്രിക്സ് ആൾജിബ്ര യൂസ് ചെയ്തിട്ട് സോൾവ് ചെയ്യാം. ഓക്കെ, നമുക്ക് എങ്ങനെ എഴുതാം? 1 3 മൈനസ് 2 0 മൈനസ് 7 8 0 0 0 ഇൻറ്റു x y z ഈക്വൽ ടു 0 0 0. നമുക്കിതിനെ സോൾവ് ചെയ്യാം. നിങ്ങൾ റോ കാനോണിക്കൽ ഫോമിലേക്ക് ആക്കിയിട്ടുണ്ടെങ്കിൽ സോൾവ് ചെയ്യുന്നതിൽ ഈ ഒരു ഭാഗം ഉണ്ടാവില്ല, സിമ്പിളായിട്ട് നിങ്ങൾക്ക് ആൻസർ കിട്ടും. പക്ഷെ ഞാൻ അങ്ങനെ ചെയ്യാത്തതുകൊണ്ട് x പ്ലസ് 3y മൈനസ് 2z ഈക്വൽ ടു 0, ഇവിടെ മൈനസ് 7y പ്ലസ് 8z ഈക്വൽ ടു 0. ഇവിടെ നിങ്ങൾ നോക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിൽ രണ്ടിലും കോമൺ ആയിട്ടുള്ള ഒരു വേരിയബിളിന് നിങ്ങൾ ഇതെന്താ 3 വേരിയബിൾ കണ്ടുപിടിക്കാണ്ട് 2 ഇക്വേഷൻ ഉള്ളൂ അല്ലേ. ഇത് നടക്കൂല, നമുക്ക് പോസിബിൾ അല്ല, നമുക്കിത് സോൾവ് ചെയ്യുന്നത് പോസിബിൾ അല്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിനൊരു ആർബിട്രറി വാല്യൂ അസൈൻ ചെയ്ത് കൊടുക്കണം. അതുകൊണ്ടാണ് ഇതിന് ഇൻഫൈനൈറ്റ്ലി മെനി സൊല്യൂഷൻ എന്ന് പറഞ്ഞത്. അപ്പോൾ ആർബിട്രറി വാല്യൂ അസൈൻ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടത്? ഇതിൽ 2 ഇക്വേഷൻസ് നോക്കാം. ആ ഇക്വേഷൻസിൽ കോമൺ ആയിട്ടുള്ളത് ഏതാണോ വേരിയബിൾ നോക്കുക. അതിന് നിങ്ങൾ ഏതെങ്കിലും ഒരു വേരിയബിൾ എടുത്തിട്ട് അതിന് നിങ്ങളൊരു ആർബിട്രറി കോൺസ്റ്റൻറ്റ് അസൈൻ ചെയ്യാം. അതായത് ഞാനിവിടെ z ഈക്വൽ ടു a എന്ന് കൊടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ എനിക്ക് വൈനെ അതിൻ്റെ ടേംസിൽ എഴുതാമല്ലോ. 7y ഈക്വൽ ടു മൈനസ് 8z വിച്ച് ഇംപ്ലൈസ് y ഈക്വൽ ടു മൈനസ് 8/7. സെഡിന് a എന്ന് കൊടുത്തിരിക്കുന്നത് അപ്പോൾ y കിട്ടിയല്ലേ. ഇനി എനിക്ക് x ഈക്വൽ ടു എന്താണ് 2z മൈനസ് 3y എന്നാണ് വരിക. ഇനി 2 ഇൻറ്റു
സെഡ് ഞാൻ എ എന്നാണ് കൊടുത്തിരിക്കുന്നത്. -3 ഇൻറ്റു വൈയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ -8/7a ആണ്. ഇത് സോൾവ് ചെയ്യാം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഈ സോൾവ് ചെയ്യുന്നതെന്ന് പറയുന്നത് 8 3 24/7 a. ഇനി നമ്മളിത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നത് -10a/7 എന്നായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ കിട്ടി? എക്സ് എന്ന് പറയുന്നത് -10a/7, y എന്ന് പറയുന്നത് -8/7 അല്ലേ? മൈനസ് ആണോ വരുന്നത്? ഇവിടെ എന്തെങ്കിലും പ്രശ്നം? ഇവിടെ ഒരു -7 ഉണ്ടല്ലേ, നോട്ട് ചെയ്തില്ല. -7 y എന്നാണ്. സോ അപ്പം ഞാനിവിടെ എഴുതിയിരിക്കുന്നത് തെറ്റാണല്ലോ. ഓക്കെ, -7y = -8z ആൻഡ് ഇത് പ്ലസ് ആവും അല്ലേ? അപ്പോൾ നമ്മൾ ഇവിടെയും പ്ലസ് അല്ലേ വരേണ്ടത്? ആൻസർ ഞാൻ നോക്കി എഴുതി. 2a -3 ഇൻറ്റു അപ്പോൾ ഇവിടെ മൈനസ് വരും. ശ്രദ്ധിക്കണം, ഒരു സ്ഥലത്ത് തെറ്റി കഴിഞ്ഞാൽ പിന്നെ ഫുള്ളായിട്ട് തെറ്റിപ്പോകും കേട്ടോ. കറക്റ്റ്. ഓക്കെ, അപ്പോൾ എക്സ് വൈ എന്താ കിട്ടിയത്? 8/7 അല്ലേ? 8/7a, z എന്ന് പറയുന്നത് a ആണ്. അപ്പോൾ നമ്മളുടെ കോൺസ്റ്റൻറ്റ് മെട്രിക്സിലെ വേരിയബിൾ മെട്രിക്സ് എന്ന് പറയുന്നത് -10a/7, 8/7a ആൻഡ് a എന്ന് പറയും. ഇതാണ് നമ്മളുടെ എക്സ് എന്ന് പറയുന്ന മെട്രിക്സ്. ഓക്കെ, ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതൊക്കെ ഉള്ളൂ, ചോദിക്കാൻ ഇതൊക്കെ വഴിയുള്ളൂ, വേറെ ഒന്നുമില്ല ഹോമോജീനിയസ് സിസ്റ്റത്തിൽ. പിന്നെ ചിലപ്പോൾ അതിൻ്റെ തിയറി ചോദിച്ചു എന്നായി, അതുകൊണ്ടാണ് തിയറി എപ്പോഴും ഇങ്ങനെ കുറേ പറയുന്നത്. മേ ബി ലീനിയർ ആൾജിബ്രയിലൊക്കെ അധികവും തിയറീസാണ് ചോദിക്കാൻ എളുപ്പം, അതുകൊണ്ടാണ് വേഗം ആൻസർ കിട്ടുമല്ലോ നമുക്ക്. ഇങ്ങനെ തന്നു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, ഇതൊക്കെ സോൾവ് ചെയ്ത് കണ്ടുപിടിക്കണ്ടേ. ഓക്കെ, ഇതാണ് നമ്മളുടെ പ്രോബ്ലം. നമുക്കത് ചെയ്ത് നോക്കാം. a = 1 2 3 2 1 3 3 2 1. ഉണ്ടല്ലോ. x = x y z ആൻഡ് b 0 ആണ്, അത് എഴുതണ്ടല്ലോ. ഇനി നമുക്ക് റാങ്ക് ഓഫ് എ കണ്ടുപിടിക്കാം. ഞാൻ റാങ്ക് വെച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ മെട്രിക്സ് ഇക്വേഷൻ വെച്ചിട്ട് സോൾവ് ചെയ്യാം, അതായത് ഡിറ്റർമിനൻ്റ് കണ്ടുപിടിച്ചിട്ടും ചെയ്യാം കേട്ടോ, ഒരു കുഴപ്പമില്ല. അപ്പോൾ ഞാനിവിടെ അതാണ് എനിക്ക് ശീലം, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തു പോകുന്നത്. 1 2 3 2 - 2 0 1 - 4 -3 3 - 6 -3 3 - 3 0 2 - 6 -4 and 1 - 9, that is -8, which is equivalent to 1 2 3 0. ഇവിടെ ഞാൻ 1 1 ആക്കി, 0 ഇവിടെ ഞാനും 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു, അപ്പോൾ എനിക്ക് 1 2 എന്ന് കിട്ടി. ഓക്കെ, ഇനി ഇന്ന് ഞാൻ ജസ്റ്റ് മൈനസ് ചെയ്യാണ്. അപ്പോൾ എനിക്ക് കിട്ടുന്നത് 1 2 3 0 1 1 0 0 0 1 2 - 1 1 ആവും. ഇത് കണ്ടോ, ഇതൊരു അപ്പർ ട്രയാങ്കിൾ ഫോമിലേക്കായി. അപ്പോൾ തന്നെ നമുക്ക് ഇവിടുന്ന് റാങ്ക് പറയാൻ പറ്റും. റാങ്ക് ഓഫ് എ = 3, ദാറ്റ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് വേരിയബിൾസ്. അതായത് അപ്പോൾ ഇതിന് എന്താണ്, യൂണീക്ക് സൊല്യൂഷൻ ആണുള്ളത് അല്ലേ. Therefore system has unique solution. യൂണിക് സൊല്യൂഷൻ ഏതായിരിക്കും? x = 0 y = 0 z = 0 ആയിരിക്കും. ട്രിവിയൽ സൊല്യൂഷൻ ആയിരിക്കും. നമുക്ക് ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാം ശരിയാണോ എന്നുള്ളത്. 1 2 3 0 1 1 0 0 1. ഓക്കെ, x y z which is equal to 0 0 0. ചെയ്ത് നോക്കണമെന്നൊന്നുമില്ല കേട്ടോ, ഇത് തന്നെയായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഡിറ്റർമിനൻ്റ് വെച്ച് ചെയ്യാം. ഡിറ്റർമിനൻ്റ് നോൺ സീറോ ആണെങ്കിൽ നമുക്ക് അപ്പം തന്നെ പറയാം ഇറ്റ് ആസ് എ യൂണീക് സൊല്യൂഷൻ. ആ യൂണീക് സൊല്യൂഷൻ ഏതായിരിക്കും? x = 0 എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ x + 2y + z = 0, ഇവിടെ y + z = 0, ഇവിടെ z = 0. ഇനി z = 0 എടുത്ത് ഇവിടെ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നിന്ന് കിട്ടും y = 0. ഈ y-യും z-ഉം എടുത്ത് കൊടുത്താൽ x = 0. x = 0, y = 0, z = 0. x = 0 is the യൂണിക് സൊല്യൂഷൻ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. ട്രിവിയൽ സൊല്യൂഷൻ മാത്രമേ ഉള്ളൂ യൂണിക് സൊല്യൂഷനായിട്ട്. ഇത്രയും കാര്യങ്ങളാണ് നമുക്കിതിൽ പഠിക്കാനുള്ളത്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ഈ സോൾവ് ചെയ്യൽ. കാരണം എന്താ പറയുക, ഇനി നമ്മൾ ഈഗൻ വാല്യൂസ് ഈഗൻ വെക്ടേഴ്സ് ഒക്കെയാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ എന്താ വെച്ചാൽ അതിന് ഈ ഒരു കാര്യം എന്തായാലും അറിഞ്ഞിരിക്കണേ, അതുകൊണ്ടാണ്. ഓക്കെ, പിന്നെ നമുക്ക് 2 പ്രോബ്ലം നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. 4x + y + 2z = 0 -3x + 2y + 4z = 0 8x - y - 2z = 0. പിന്നെ ഒരു പ്രോബ്ലം x1 - 2x2 + 3x3
ഈക്വൽ ടു 0, 2x1 പ്ലസ് 5x2 പ്ലസ് 6x3 ഈക്വൽ ടു 0. ഓക്കെ, ഇനി ഞാനൊരു കാര്യം കൂടെ പറയാം. അതായത് നമ്മളിപ്പോൾ ഡിഗ്രിക്ക് പഠിക്കുന്ന ഒരു ടോപ്പിക് തന്നെയാണ്, പറയുന്ന ഒരു ടോപ്പിക് തന്നെയാണ്. അപ്പോൾ നമ്മളെപ്പോഴും റാങ്ക് കണ്ടുപിടിക്കുന്നുണ്ടല്ലേ. അപ്പോൾ ചിലപ്പോൾ മെട്രിക്സിൻ്റെ നള്ളിറ്റി ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ സിസ്റ്റം ഓഫ് സൊല്യൂഷൻസ് തന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ നള്ളിറ്റി എന്താണെന്ന് ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതെന്താണെന്ന് ഞാൻ ജസ്റ്റ് പറയാം. ഇവിടെ നമുക്ക് എ എന്ന് പറയുന്നൊരു Ax ഈക്വൽ ടു 0 എന്ന് പറയുന്നൊരു ഹോമോജീനിയസ് ലീനിയർ സിസ്റ്റം ഓഫ് ഇക്വേഷൻ ഉണ്ട്. നമ്മളതിൻ്റെ റാങ്ക് കണ്ടുപിടിച്ചു. ഇങ്ങനെയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം. അതായത് റാങ്ക് നള്ളിറ്റി തിയറം മെട്രിക്സിൽ ഇങ്ങനെയാണ് അപ്ലൈ ചെയ്യുക. അതായത് ഈ ഇക്വേഷൻസ് സോൾവ് ചെയ്യുമ്പോൾ നമുക്കത് അപ്ലൈ ചെയ്യാൻ പറ്റും. അതിങ്ങനെയാണ് കേട്ടോ. ഇതൊന്ന് ഓർത്ത് വെക്കുക. റാങ്ക് ഓഫ് എ പ്ലസ് നള്ളിറ്റി ഓഫ് എ ഈക്വൽ ടു നമ്പർ ഓഫ് കോളംസ്, അല്ലെങ്കിൽ നമുക്ക് പറയാം നമ്പർ ഓഫ്, ശരിക്കും വെക്ടർ സ്പേസിലാണ് നമ്മൾ പറയുന്നത്. നമ്പർ ഓഫ് വേരിയബിൾസ് എഴുതാൻ പോയത്, നമ്പർ ഓഫ് വേരിയബിൾസ് ഓർ, അതായത് റാങ്ക് ഓഫ് എ പ്ലസ് നള്ളിറ്റി ഓഫ് എ ഈക്വൽ ടു നമ്പർ ഓഫ് കോളംസ് ഓർ നമ്പർ ഓഫ് വേരിയബിൾസ്. ഒരു മെട്രിക്സ് നോക്കിക്കഴിഞ്ഞാൽ നമുക്കതിൻ്റെ നമ്പർ ഓഫ് കോളംസ് മനസ്സിലാക്കാൻ പറ്റും. അല്ലെങ്കിൽ ഒരു മെട്രിക്സ് ഇക്വേഷനാണ് തന്നിരിക്കുന്നതെങ്കിൽ അതിൻ്റെ നമ്പർ ഓഫ് വേരിയബിൾസ് നമുക്കറിയാൻ പറ്റും. റാങ്ക് ഓഫ് എയും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? നള്ളിറ്റി ഓഫ് എ കിട്ടും. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുക, ഇവിടെ നിങ്ങൾക്ക് എന്താ കിട്ടിയത്? റാങ്ക് എന്ന് പറയുന്നത് റാങ്ക് ഇസ് ഈക്വൽ ടു 3 ആണ്. റാങ്ക് എന്ന് പറയുന്നത് 3 ആണ് കിട്ടിയത്. നമ്പർ ഓഫ് കോളംസ് അല്ലെങ്കിൽ നമ്പർ ഓഫ് വേരിയബിൾസും എത്ര തന്നെയാണ്? 3 ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ നള്ളിറ്റി എന്തായിരിക്കും? നള്ളിറ്റി എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് കോളംസ് മൈനസ് റാങ്ക്, ദാറ്റ് ഈസ് ഈക്വൽ ടു 0 വരും. നള്ളിറ്റി എന്ന് പറഞ്ഞാൽ അവിടെ 0 ആണ്. അത്രയും മാത്രം മനസ്സിലാക്കിയത്. ഈ നള്ളിറ്റി എന്താണെന്നൊക്കെ പറയണമെങ്കിൽ ഒത്തിരി പറയണം, അതുകൊണ്ടാണ് ഞാനത് പറയാത്തത്. ഇപ്പോൾ ഇവിടെ നോക്കാം. നമ്മൾ ഈ ഒരു ഇക്വേഷൻസിൽ നമുക്കിപ്പം നമ്മളറിയാം റാങ്ക് എന്ന് പറയുന്നത് 2 ആണെന്നാണ് കിട്ടിയിരിക്കുന്നത്. റാങ്ക് എന്ന് പറയുന്നത് 2 ആണ്. റാങ്ക് ഇസ് ഈക്വൽ ടു 2. റാങ്ക് ഇസ് ഈക്വൽ ടു 2. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ നമ്പർ ഓഫ് കോളംസ് അല്ലെങ്കിൽ നമ്പർ ഓഫ് വേരിയബിൾസ് എന്ന് പറയുന്നത് എന്താണ്? 3 ആണല്ലേ. അപ്പോൾ നമ്മളുടെ നള്ളിറ്റി എന്താ വരുന്നത്? നള്ളിറ്റി ഈക്വൽ ടു നമ്പർ ഓഫ് വേരിയബിൾസ് മൈനസ് റാങ്ക്, ദാറ്റ് ഈസ് 3 മൈനസ് 2 ഈക്വൽ ടു 1. അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ചിന്തിച്ചാലും മതി, എത്രമാത്രം ആർബിട്രറി കോൺസ്റ്റന്റ് അസൈൻ ചെയ്യുന്നുണ്ടോ അതായിരിക്കും നള്ളിറ്റിയുടെ എണ്ണം. ഇവിടെ നമ്മൾ ഒരു ആർബിട്രറി കോൺസ്റ്റന്റ് ആണ് അസൈൻ ചെയ്തത്, അതുകൊണ്ട് നള്ളിറ്റി 1 ആണ്. ഇവിടെ നമ്മൾ ആർബിട്രറി കോൺസ്റ്റന്റ് അസൈൻ ചെയ്തേയില്ല, അതുകൊണ്ട് നള്ളിറ്റി 0 ആണ്. അങ്ങനെ മനസ്സിലാക്കി വെച്ചാലും മതി, കുഴപ്പമൊന്നുമില്ല. അപ്പം നമ്മൾ ടോട്ടലായിട്ട് പറഞ്ഞ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ഓടിച്ച് പറയാം. 2 സെക്ഷനിലും കൂടെ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ഓടിച്ച് പറയാം. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യമേ പറഞ്ഞു, നമ്മൾ എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷനാണ് നമ്മുടെ കയ്യിലുള്ളത്. സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസ്. ഇനി നമ്മൾ 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടല്ലേ. എന്താ ക്ലാസിഫിക്കേഷൻ 2 ആയിട്ടുള്ളത്? ഒന്നാമത്തെ ക്ലാസിഫിക്കേഷൻ നമ്മൾ പറഞ്ഞത് നോൺ ഹോമോജീനിയസ് ആണ്. നോൺ ഹോമോജീനിയസ് ലീനിയർ ഇക്വേഷൻ, സിസ്റ്റം ഓഫ് നോൺ ഹോമോജീനിയസ് ലീനിയർ ഇക്വേഷൻസ്. ഓക്കെ, പിന്നെ നമ്മൾ പറഞ്ഞത് ഹോമോജീനിയസ് ലീനിയർ ഇക്വേഷൻസ്. ഹോമോജീനിയസ് ലീനിയർ ഇക്വേഷൻസ്. ഓക്കെ, ഈ നോൺ ഹോമോജീനിയസ് ലീനിയർ ഇക്വേഷൻസിലോ നമ്മൾ എന്തൊക്കെ പറഞ്ഞു? നമുക്കിതിൽ 2 കേസ് വരും അല്ലേ. ഏതൊക്കെയാണ് 2 കേസ് വരുന്നത്? നമുക്ക് 2 കേസാണ് വരുന്നത്. ഒന്നാമത്തെ കേസ് എന്ന് പറയുന്നത് ഇൻകൺസിസ്റ്റൻ്റ് ആണ്. ഞാനിവിടെ എഴുതാം ഇൻകൺസിസ്റ്റൻ്റ്. ഈ കേസോ കൺസിസ്റ്റൻ്റ് ആണ്. ഇതിൻ്റെ കണ്ടീഷൻ എന്താണ്? കൺസിസ്റ്റൻ്റ്. ഇതും കൂടി പറയട്ടെ. നോൺ ഹോമോജീനിയസ് ലീനിയർ ഇക്വേഷൻ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് Ax ഈക്വൽ ടു B എന്നാണ്, വെർ B നോട്ട് ഈക്വൽ ടു 0. ഇവിടെയോ Ax ഈക്വൽ ടു 0 ആണ്. ഓക്കെ, അപ്പം നോൺ ഹോമോജീനിയസ് കേസിന് 2 തരത്തിലുണ്ട്. ഒന്ന് കൺസിസ്റ്റൻ്റ് ആണ്, ഒന്ന് ഇൻകൺസിസ്റ്റൻ്റ് ആണ്. കണ്ടീഷനും കൂടെ ഞാനിവിടെ എഴുതി പോകുന്നുണ്ട് കേട്ടോ. ഇൻകൺസിസ്റ്റൻ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? റാങ്ക് ഓഫ് എ ബി ഈസ് നോട്ട് ഈക്വൽ ടു റാങ്ക് ഓഫ് എ. ഇനി കൺസിസ്റ്റൻ്റ് എന്ന് പറഞ്ഞാലോ? കൺസിസ്റ്റൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റാങ്ക് ഓഫ് എ ബി ഈസ് ഈക്വൽ ടു റാങ്ക് ഓഫ് എ അല്ലേ. റാങ്ക് ഓഫ് എ ബിയും റാങ്ക് ഓഫ് എയും ഈക്വൽ ആവുന്ന കേസിലാണ് കൺസിസ്റ്റൻ്റ് ആവുന്നത്. ഇനി കൺസിസ്റ്റൻ്റ് വരുമ്പോൾ 2 കേസ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. ഏതൊക്കെയാണത്? ഒന്ന് കൺസിസ്റ്റൻ്റ് വരുമ്പോൾ 2 കേസ് ഉണ്ട്. റാങ്ക് ഓഫ് എ ബിയും റാങ്ക് ഓഫ് എയും ഈക്വൽ ആയിട്ട് അത് കൺസിസ്റ്റൻ്റ് ആവുകയാണെങ്കിൽ അതിന് സൊല്യൂഷൻ ഉണ്ട് എന്നർത്ഥം. സൊല്യൂഷൻ ഉണ്ടെങ്കിൽ 2 കേസ് വരും. ഏതൊക്കെയാണ്? ഒന്ന് യുണീക്ക് സൊല്യൂഷൻ, ഒന്ന് ഇൻഫൈനൈറ്റ്ലി മെനി സൊല്യൂഷൻ. ഇൻഫൈനൈറ്റ്ലി മെനി സൊല്യൂഷൻ. ഓക്കെ,
ഇനി യുണീക്ക് സൊല്യൂഷൻ ആണെങ്കിലോ, യുണീക്ക് സൊല്യൂഷൻ ആണെങ്കിലുള്ള കണ്ടീഷനും കൂടെ പറയുകയാണ് ഞാനിവിടെ. റാങ്ക് ഓഫ് എ ബിയും റാങ്ക് ഓഫ് എയും ആരോട് ഈക്വൽ ആവണം? നമ്പർ ഓഫ് വേരിയബിൾസിനോട് ഈക്വൽ ആവണം, അല്ലെങ്കിൽ നമ്പർ ഓഫ് കോളംസ് ഓഫ് ദ മെട്രിക്സ് എയോട് ഈക്വൽ ആവണം. ഓക്കെ, ഇനി ഇവിടെയോ റാങ്ക് ഓഫ് എ ബിയും റാങ്ക് ഓഫ് എയും ഈക്വൽ ആണ് ഓൾറെഡി. ആ റാങ്ക് ഓഫ് എയും ലെസ് ദാൻ നമ്പർ ഓഫ് വേരിയബിൾസ് ആയിരിക്കണം. നമ്പർ ഓഫ് വേരിയബിൾസിനേക്കാളും കുറവാണ് റാങ്ക് ഓഫ് എയും റാങ്ക് ഓഫ് എ ബിയും എങ്കിൽ നമുക്ക് എന്ത് പറയാം? അതിന് ഇൻഫൈനൈറ്റ്ലി മെനി സൊല്യൂഷൻ ഉണ്ട് എന്ന് പറയാം. ഓക്കെ, പിന്നെ നമ്മൾ ഇനി ഹോമോജീനിയസിൻ്റെ കേസ് നോക്കാം. ഹോമോജീനിയസിന് ആകെ ഒരു കേസേ ഉള്ളൂ. എന്താണ്? കൺസിസ്റ്റൻ്റ് ആണ്. കാരണം എന്താ കൺസിസ്റ്റൻ്റ് ആണെന്ന് പറയാൻ? എക്സ് ഈക്വൽ ടു 0 ഈസ് ഓൾവേസ് എ സൊല്യൂഷൻ. പക്ഷെ കൺസിസ്റ്റൻ്റ് ആണെങ്കിൽ നമുക്ക് രണ്ട് കേസ് ഉണ്ടെന്ന് പറയാം. ഏതൊക്കെയാണ് രണ്ട് കേസ്? ഒന്ന് യുണീക്ക് സൊല്യൂഷൻ. യുണീക്ക് സൊല്യൂഷൻ എപ്പോഴാണ് യുണീക്ക് സൊല്യൂഷൻ ആവുക? യുണീക്ക് സൊല്യൂഷൻ ആണെങ്കിൽ അത് എക്സ് ഈക്വൽ ടു 0 ആയിരിക്കും. ആവുന്നത് റാങ്ക് ഓഫ് എയും നമ്പർ ഓഫ് വേരിയബിൾസും ഈക്വൽ ആവുകയാണെങ്കിൽ. റാങ്ക് ഓഫ് എയും നമ്പർ ഓഫ് വേരിയബിൾസും ഈക്വൽ ആവുകയാണെങ്കിൽ. ഇവിടെ ഞാൻ നമ്പർ ഓഫ് വേരിയബിൾസിനെല്ലാം എന്നാണ് കേട്ടോ യൂസ് ചെയ്തിരിക്കുന്നത്. ഇപ്പുറത്ത് ഞാൻ എന്നല്ല ഇട്ടത്, അല്ല അവിടെ ഞാൻ എഴുതിയിട്ടുണ്ടല്ലേ. ഓക്കെ, ഇവിടെ ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്പർ ഓഫ് വേരിയബിൾസ് ആണ്. അങ്ങനെ എഴുതിയാൽ മതി. ഓക്കെ, ഇവിടെയോ യൂണീക്ക് സൊല്യൂഷൻ എക്സ് ഈക്വൽ ടു 0, റാങ്ക് ഓഫ് എ എന്ന് പറയുന്നത് നമ്പർ ഓഫ് വേരിയബിൾസിന് ഈക്വൽ ആണെങ്കിൽ നമുക്ക് പറയാം യൂണീക്ക് സൊല്യൂഷൻ. ആ യൂണീക്ക് സൊല്യൂഷൻ എക്സ് ഈക്വൽ ടു 0 ആണ്. ഇനി ഇൻഫൈനൈറ്റ്ലി മെനി സൊല്യൂഷൻ ഉണ്ടാവും. ഇൻഫൈനൈറ്റ്ലി മെനി സൊല്യൂഷൻ ഉണ്ടാവും എപ്പോൾ? റാങ്ക് ഓഫ് എ എന്ന് പറയുന്നത് വിച്ച് ഈസ് ലെസ് ദാൻ നമ്പർ ഓഫ് വേരിയബിൾസ് ആവുമ്പോൾ. ഓക്കെ, അപ്പോൾ ഇത്രയും നമ്മൾ ഈ 4 വീഡിയോസിലൊക്കെ ആയിട്ട് പറഞ്ഞിട്ടുള്ളൂ. ഇനി പ്രോബ്ലങ്ങളും നമ്മൾ സോൾവ് ചെയ്തു. ഇത് എത്രയേ ഉള്ളൂ കേട്ടോ. സിമ്പിളാണിത്. ഇതൊന്ന് മനസ്സിലാക്കി പഠിച്ചാൽ മാത്രം മതി. സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസ് ആണ്. രണ്ട് കേസുണ്ട്. നോൺ ഹോമോജീനിയസ് ലീനിയർ ഇക്വേഷൻസ്, ഹോമോജീനിയസ് ലീനിയർ ഇക്വേഷൻ. അതിൽ എ എക്സ് ഈക്വൽ ടു ബി നോട്ട് ഈക്വൽ ടു 0 ആകുമ്പോഴാണ് നമ്മൾ നോൺ ഹോമോജീനിയസ് ലീനിയർ ഇക്വേഷൻ എന്ന് പറയുന്നത്. ബി ഈക്വൽ ടു 0 ആകുമ്പോൾ അതിന് ഹോമോജീനിയസ് ലീനിയർ ഇക്വേഷൻ എന്ന് പറയുന്നു. ഇനി നോൺ ഹോമോജീനിയസ് ലീനിയർ ഇക്വേഷൻസിന് രണ്ട് കേസ് പറയാം. ഒന്ന് കൺസിസ്റ്റൻ്റ് ആണ്, ഒന്ന് ഇൻകൺസിസ്റ്റൻ്റ് ആണ്. എപ്പോഴാണ് ഇൻകൺസിസ്റ്റൻ്റ് ആവുന്നത്? റാങ്ക് ഓഫ് എ ബിയും റാങ്ക് ഓഫ് എയും ഈക്വൽ അല്ലാത്ത കേസിൽ. ഓഗ്മെന്റഡ് മെട്രിക്സിൻ്റെയും കോഎഫിഷ്യന്റ് മെട്രിക്സിൻ്റെയും റാങ്ക് ഈക്വൽ അല്ലെങ്കിൽ അത് അസംഗതമാണ്. സംഗതമാവുന്നത് എപ്പോഴാണ്? ഓഗ്മെന്റഡ് മെട്രിക്സിൻ്റെയും ഗുണക മെട്രിക്സിൻ്റെയും റാങ്ക് ഈക്വൽ ആകുമ്പോൾ അത് കൺസിസ്റ്റൻ്റ് ആണ്. കൺസിസ്റ്റൻ്റ് ആണെങ്കിൽ നമുക്ക് രണ്ട് കേസ് ഉണ്ടാവും. ഒന്ന് പരിഹാരങ്ങളുടെ എണ്ണം ഏകമാത്ര പരിഹാരമായിരിക്കും. രണ്ടാമത്തത് പരിഹാരങ്ങളുടെ എണ്ണം അനന്തമായിരിക്കും. എപ്പോഴാണ് ഏകമാത്ര പരിഹാരം ആവുന്നത്? റാങ്ക് ഓഫ് എ ബിയും റാങ്ക് ഓഫ് എയും തന്നിരിക്കുന്ന വേരിയബിൾസിൻ്റെ നമ്പറിനോട് ഈക്വൽ ആണെങ്കിൽ നമുക്ക് പറയാം യുണീക്ക് സൊല്യൂഷൻ ആണ്. ഇനി റാങ്ക് ഓഫ് എ ബിയും റാങ്ക് ഓഫ് എയും ഈക്വൽ ആണ്, പക്ഷേ അത് നമ്പർ ഓഫ് വേരിയബിൾസിനേക്കാളും കുറവാണെങ്കിൽ നമുക്ക് പറയാം അതിന് അനന്തമായ പരിഹാരങ്ങളാണ് ഉള്ളത്. പരിഹാരങ്ങളുടെ എണ്ണം അനന്തമാണ്. ഇനി ഹോമോജീനിയസ് ലീനിയർ സിസ്റ്റം ഓഫ് ഇക്വേഷൻസിലോ നമുക്ക് പറയാം അതിപ്പോഴും കൺസിസ്റ്റൻ്റ് ആയിരിക്കും. എക്സ് ഈക്വൽ ടു 0 എപ്പോഴും അതിൻ്റെ ഒരു സൊല്യൂഷൻ ആണ്. അതിന് രണ്ട് കേസാണ് വരുന്നത്. ഒന്ന് യുണീക്ക് സൊല്യൂഷൻ, ഒന്ന് ഇൻഫൈനൈറ്റ്ലി മെനി സൊല്യൂഷൻ. അതെ, കൺസിസ്റ്റൻ്റ് ആണെങ്കിൽ രണ്ട് സൊല്യൂഷൻ വരും, അല്ല രണ്ട് കേസ് വരും. ഇനി കൺസിസ്റ്റൻ്റ് ആണ്, സംഗതമാണ്, അപ്പോൾ നമുക്ക് രണ്ട് കേസ് വരും. ആ രണ്ട് കേസിൽ ഒന്നാമത്തെ കേസിൽ നമ്മൾ പറയുന്നത് ഏകമാത്ര പരിഹാരം, രണ്ടാമത്തതിൽ പരിഹാരങ്ങളുടെ എണ്ണം അനന്തമായിരിക്കും. ഏകമാത്ര പരിഹാരമാണെങ്കിൽ നമുക്ക് പറയാം എക്സ് ഈക്വൽ ടു 0 തന്നെയായിരിക്കും അതിൻ്റെ പരിഹാരം എന്ന് പറയുന്നത്. അതുപോലെ റാങ്ക് ഓഫ് എയും അത് വരുന്ന കേസ് ഏതാണ്? ഏത് സിറ്റുവേഷനിലാണ്? റാങ്ക് ഓഫ് എയും നമ്പർ ഓഫ് വേരിയബിൾസും ഈക്വൽ ആണെങ്കിൽ അതിന് യുണീക്ക് സൊല്യൂഷൻ ആയിരിക്കും. റാങ്ക് ഓഫ് എ എന്ന് പറയുന്നത് നമ്പർ ഓഫ് വേരിയബിൾസിനേക്കാളും ചെറുതാണെങ്കിൽ അതിന് ഇൻഫൈനൈറ്റ്ലി മെനി സൊല്യൂഷൻസ് ഉണ്ടാവും. പിന്നെ നമ്മൾ പറഞ്ഞത് നള്ളിറ്റി ആണ്. നള്ളിറ്റി ഒരു ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ് ഒക്കെയാണ്, പക്ഷേ നമുക്ക് വെക്ടർ സ്പേസ് എന്ന് പറയുന്നൊരു സെക്ഷൻ പഠിക്കാനില്ല. അപ്പോൾ നമുക്ക് വേറെ അത് വേണ്ടി വരില്ല നമുക്ക്. പിന്നെ നമ്മളൊരു ഇമ്പോർട്ടൻ്റ് ഏരിയയും കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് കഴിഞ്ഞു. അതായത് എഗൺ വാല്യൂസും എഗൺ വെക്ടേഴ്സും. അപ്പോൾ എൻ്റെ വീഡിയോസ് എല്ലാവരും സപ്പോർട്ട് ചെയ്യാം കേട്ടോ. എന്നാലും എനിക്ക് വീഡിയോ ഇടാനുള്ള ഒരു ഊർജ്ജം കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കുറേ പേരൊക്കെ കമൻറ്റൊക്കെ പറയുന്നുണ്ട് വീഡിയോ ഇടണം എന്നൊക്കെ. അപ്പോൾ അത് വളരെയധികം സന്തോഷമാണ് അങ്ങനെ കാണുമ്പോൾ. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടെന്നുള്ളതിലും വളരെയധികം സന്തോഷമുണ്ട്. മാക്സിമം സപ്പോർട്ട് ചെയ്യാം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണം. ഓക്കെ, താങ്ക് യു.